ഇത് മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പുറ. നമ്മൾ ഹോണ്ട യൂണിക്കോൺ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് വർക്കിനിപ്പോൾ കയറ്റിയാണ് കിലോമീറ്റർ 67,341. 67,341 കിലോമീറ്റർ റീഡിങ്. നമുക്കതിനകത്ത് പറഞ്ഞാണ് വർക്ക് മിറർ LH സൈഡ് ചെക്ക് ചെയ്യണ കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സീറ്റ് ഓവർ മാറണം, ബ്രേക്ക് ബാക്ക് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യണം, ചെയിൻ ചെക്കപ്പ് ചെയിൻ അടിക്കുന്നുണ്ട്, ഫ്രണ്ട് ഡിസ്ക് ചെക്ക് ചെയ്യണം, ഹെഡ്ലൈറ്റ് അസംബ്ലി മാറണം, ജനറലായിട്ട് സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം. അത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ട്, ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു ഒരച്ചിൽ സൗണ്ട് വരുന്നുണ്ട്, പിന്നെ ചെയിൻ നല്ല രീതിയിൽ ലൂസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് നമ്മൾ വണ്ടി എടുത്തപ്പോൾ ചെറിയൊരു മിസ്സിങ് പോലെ കാണിച്ചായിരുന്നു. വേറെ പ്രശ്നങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനാണ്, പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ വീലിൻ്റെ ഡംബർ റബ്ബർ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. വീൽ ബെയറിംഗ് ഓക്കെയാണ്, ടയറിൻ്റെ കണ്ടീഷൻ ഓക്കെയാണ്. ചെയിൻ നല്ല രീതിയിൽ ലൂസായി പോയിട്ടുണ്ട്. അപ്പോൾ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്തിടാം. ചെയിൻ ഇത്ര ലൂസായിട്ട് കിടന്ന് ഓടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിപ്പോൾ ചെയിൻ്റെ ഏറ്റവും കവറിൻ്റെ ഏറ്റവും അടിഭാഗത്ത് വരെ എത്തി. നിലവിൽ 1000 കിലോമീറ്റർ കൂടുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്യുക. ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓയിലൊക്കെ കൊടുക്കുമ്പോൾ ചെയിനൊരു ലൂബ്രിക്കേഷൻ കിട്ടും. ചെയിൻ ഡ്രൈ ആയിട്ട് ഇതേപോലെ നല്ല രീതിയിൽ ലൂസായിട്ട് കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ചെയിൻ്റെ ലൈഫ് പകുതി ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ അല്ലെങ്കിൽ തന്നെ ഏകദേശം ഒരു 10-20,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ചെയിൻ സ്പോക്കറ്റ് മാറണം. ഇത് 10,000 കിലോമീറ്റർ എത്തണേക്കാൾ മുമ്പ് ചില കേസിൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ടി വരാറുണ്ട് ഇതേ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ചെയിൻ വലിയ പഴക്കമില്ലാത്ത ചെയിനാണ്. ചെയിൻ ഒരു 1000 കിലോമീറ്റർ ഓടുമ്പോൾ നിർബന്ധമായിട്ടും ചെയിൻ ടൈറ്റ് ചെയ്യുക. അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ചെയിൻ ചെക്ക് ചെയ്യുക, ലൂസ് ഉണ്ടെങ്കിൽ ടൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നോക്കി. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണേ. ഒരല്പം പൊടിയൊക്കെ ഉണ്ട്, ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണത്. 2023 ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.87 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.6 ഇഞ്ച്. ഇപ്പം നിലവിലത്തെ സ്റ്റേജിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമുക്ക് വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഇപ്പോൾ വർക്കിന് കയറ്റണ സമയത്ത് വണ്ടി ചെറിയൊരു മിസ്സിങ് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ടാവും. ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. അത് ഇപ്പോഴത്തെ സ്റ്റേജിൽ കാർബേറ്ററിൻ്റെ പ്രശ്നമായിട്ടാണ് വരുന്നത് കേട്ടോ. കാർബേറ്റർ അതായത് കാർബേറ്റർ പഴിച്ച് ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കംപ്ലയിൻറ്റ് റെഡിയാവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കാർബേറ്ററുമ്പോൾ തൊടാതിരിക്കണമാണ് നല്ലത്. കംപ്ലയിൻറ്റ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് ഇപ്പം മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഇപ്പോൾ വണ്ടി ഓടി വന്ന് നിൽക്കുന്ന സമയത്തൊക്കെ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റിലേക്ക് വരും അടുത്ത സ്റ്റേജ്. പിന്നെ പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിക്കും. ഈ കറുത്ത പൈപ്പ് വഴി അടിയിലേക്ക് പെട്രോൾ താഴേക്ക് ചാടി പോകുന്ന കംപ്ലയിൻറ്റ് വരും. അത് പിന്നത്തെ സ്റ്റേജാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേജിലും കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ മാത്രമാണ് കാർബേറ്റർ അഴിക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം കാർബേറ്റർ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഓവർഫ്ലോ കൂടുതലായിട്ട് വരിക, കാർബേറ്റർ കയ്യോടെ തന്നെ മാറ്റി പോകേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളിലും ആ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണ്. രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് കംപ്ലയിൻറ്റ്. അപ്പോൾ ചോക്കൊക്കെ ഇട്ടിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. പോകെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരും, അതേപോലെ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് വരും. നമുക്ക് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റാത്ത ഓവർഫ്ലോ വരുമ്പോഴാണ്. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരുമ്പോൾ പെട്രോൾ വെറുതെ താഴേക്ക് ചാടി പോകുന്ന പ്രശ്നം വരും. അതും താമസിയാതെ വരും. അത് വരുമെന്നുള്ള ദിവസം ഉറപ്പാണ്. പക്ഷേ അതിൻ്റെ ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ പെട്ടെന്ന് വരാം, ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പ് വരാം. കാരണം E20 പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മിസ്റ്റേക്കാണ്. ഞാൻ അതിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോ. തന്നെയല്ല E20യുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്സുകൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നോക്കി അറിയാം, യൂട്യൂബിൽ കയറി ചെക്ക് ചെയ്താൽ കൃത്യമായിട്ട് അറിയാം. ഒട്ടുമിക്ക വണ്ടികളും കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അത് കണക്കാക്കി നമ്മളത് പ്രതീക്ഷിച്ച് തന്നെ ഓടിക്കാം. ചെറിയൊരു മിസ്സിങ്ങിനൊന്നും വേണ്ടിയിട്ട് വണ്ടി നമ്മൾ അഴിക്കാനോ പിടിക്കാനോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തെടുക്കാനൊക്കെ നോക്കാം കേട്ടോ. യൂണിക്കോൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കാരണം യൂണിക്കോണിൻ്റെ കാർബേറ്റർ അസംബ്ലിക്ക് 5000 സംതിങ് റേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറഞ്ഞതിൻ്റെ കേസ്. പിന്നെ നമ്മൾ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. സ്പാർക്ക് പ്ലഗ് നമുക്ക് ഈ പറഞ്ഞ പോലെ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ മാറ്റിയാൽ മതി. 10,000 കിലോമീറ്ററാണ് ശരിക്കും എയർ ഫിൽറ്ററും പ്ലഗ് ചേഞ്ച് ചെയ്യേണ്ട ടൈം. അതൊക്കെ പരമാവധി നമുക്ക് ഓടിച്ചിട്ട് മാറ്റിയാൽ മതി. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പാഡ് ഫുള്ളായിട്ട് തീർന്ന് കയറി പ്ലേറ്റിൽ കയറി ഒരഞ്ഞ് തുടങ്ങിയായിരുന്നു. അതാണ് ആ സൗണ്ട് വ്യത്യാസം വന്നിരുന്നത്. അപ്പോൾ ബ്രേക്ക് പാഡ് അതിൻ്റെ ആ റബ്ബർ ബൂട്ടുകളും മാറ്റി ബ്രാക്കറ്റ് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. ഫ്രണ്ടിലത്തെ വീൽ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ഫോർക്കിൻ്റെ ആക്ഷനൊക്കെ നോക്കിയായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹെഡ്ലൈറ്റ് ഫേഡായിട്ടുണ്ട്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റുന്നുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റിനകത്ത് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്താം. പിന്നെ ഇൻഡിക്കേറ്റർ ബാക്ക് സൈഡ് ചെറിയ ഈ മഴയൊക്കെ പിടിച്ചിട്ട് ക്ലാവ് പോലെ പിടിച്ചിട്ട് വന്നിരുന്നതാണ്. അത് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇലക്ട്രിക്കലായിട്ടുള്ള കോൺടാക്റ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേറ്റ്. കാരണം അപ്പോഴത്തെ ഒരു സ്റ്റേജ് ക്ലൈമറ്റിൽ മഴയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോപ്പർ കോൺടാക്റ്റുകളിലൊക്കെ ക്ലാവ് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടേക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 6:30-7 മണിക്ക് ആവും കേട്ടോ. അതിക്ക് മുമ്പ് ആവാണെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്റ്റ് ചെയ്തോളാം. ഓക്കെ.